ഇന്ന് പ്രധാനപ്പെട്ട ഒരു കൊലപാതക കേസിന്റെ വിധി വരാനിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നന്ദൻകോട് നടന്ന കൂട്ടക്കൊലപാതകം. നമ്മളാരും മറന്നു കാണില്ല ആ കൂട്ടക്കൊലപാതകം. ഒരു വീട്ടിലെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും വീട്ടിലുണ്ടായിരുന്ന ബന്ധുവിനെയും മടുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി അവരുടെ മൃതദേഹങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു. അതായിരുന്നു ആ കേസ് എന്ന് പറയുന്നത്. കേതൽ ജിൻസൺ രാജ എന്ന ഒരു യുവാവ് ഏത് രീതിയിലാണ് അദ്ദേഹം ഓൺലൈൻ വീഡിയോ ഗെയിമുകൾ കണ്ട ഈ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുക എന്ന ശ്രമമായിരുന്നു താൻ നടത്തിയത് എന്നാണ് ഈ കൊലപാതകത്തിന് ശേഷം പോലീസുകാരോട് പറഞ്ഞ ആദ്യ മൊഴി എന്ന് പറയുന്നത്. വളരെയധികം ഞെട്ടലോടെയാണ് ആ കാര്യങ്ങളൊക്കെയും അന്ന് നമ്മളെല്ലാവരും കേട്ടതും കണ്ടതും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ കേസിൻ്റെ ശിക്ഷാവിധി പ്രതി കുറ്റക്കാരനാണ് എന്ന് ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇന്ന് അതിൽ വിധി വരാനിരിക്കുകയാണ്. മാനസ മനോജ് ഉണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും. മാനസ, ഗുഡ് മോർണിംഗ്. ഏറ്റവും നിർണായകമായ ഒരു കേസ്. ഒരാളാണ് പ്രതി. പ്രതി നടത്തിയ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിലൊരു സംശയവും ആർക്കുമില്ല. ഇന്നലെ ശിക്ഷ വിധിച്ചുകൊണ്ട് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാണിച്ചതും അത് തന്നെയാണ്. ഇതേ പോയിന്റ് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. തക്കതായ ശിക്ഷ പ്രതിക്ക് വേണം. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ന് ശിക്ഷാവിധിയിലുള്ള വാദത്തിന്മേൽ നടക്കുക? തീർച്ചയായും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നാടിനെ നടുക്കി അല്ലെങ്കിൽ അത്രത്തോളം ക്രൂരമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലപാതകം എന്ന് പറയുന്നത്. ഒരു വീട്ടിലെ തന്നെ അച്ഛനെയും അമ്മയെയും അതോടൊപ്പം തന്നെ പ്രതിയുടെ സഹോദരിയെയും ബന്ധുവായ ഒരു സ്ത്രീയെയും കൊലപ്പെടുത്തുക എന്നുള്ളത് 2 ദിവസം നടത്തിയ കൊലപാതകം. അതായത് ഏപ്രിൽ 5-ന്, അത് 2017 ഏപ്രിൽ 5-ന് ആദ്യം അച്ഛനെയും അമ്മയെയും ഒപ്പം തന്നെ സഹോദരിയെയും കൊലപ്പെടുത്തുക. പിന്നീട് 6-ാം തീയതി കഴിഞ്ഞ് 7-ാം തീയതിയാണ് ഇത്തരത്തിൽ ബന്ധുവിനെ കൊലപ്പെടുത്തുന്നത്. ശേഷം 2 ദിവസം കഴിഞ്ഞാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയ ശരീരഭാഗങ്ങൾ കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് പുറം ലോകം ഇക്കാര്യം അറിയുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പോലീസിന് ഏറെ വെല്ലുവിളി സൃഷ്ടിച്ച ഒരു കേസ് കൂടിയായിരുന്നു ഇത്. ഇത്തരത്തിൽ പ്രതി വൈരുദ്ധ്യമായ മൊഴികളോ അതോടൊപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെയാണ് പ്രതിയുടെ ഭാഗത്ത് നിന്ന് കേസിനെ വഴിതിരിച്ചു വിടുന്ന എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ വളരെ കഷ്ടപ്പാട് അല്ലെങ്കിൽ പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നും വ്യക്തമാക്കിയതാണ്. വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്നതായിരുന്നു പ്രതി ആദ്യം പോലീസിന് നൽകിയ മൊഴി. പിന്നീട് തനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നു. മാത്രമല്ല ജയിലിലേക്ക് പോയപ്പോഴും ഇത്തരത്തിൽ ഈ ആത്മാക്കളുമായി സംസാരിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവണതകളും പ്രതി പ്രകടിപ്പിക്കുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സ, അതായത് മാനസിക ആരോഗ്യ ചികിത്സയ്ക്ക് പറഞ്ഞയച്ച ശേഷം 2014-ലാണ് ഇത്തരത്തിൽ പ്രതിയെ വിശദമായി അല്ലെങ്കിൽ ഈ കേസിൽ വീണ്ടും വിചാരണ നടത്താനുള്ള ഒരു ശ്രമം പോലീസിന് ഉണ്ടായത്. ഇത്തരത്തിൽ പ്രതി എങ്ങനെ കേസിനെ വഴിതിരിച്ചു വിടാം എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കി എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ കൊലപാതകം, അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ്. അതോടൊപ്പം തന്നെ ഇന്നാണ് വിധിയിന്മേലുള്ള വാദവും ഇന്ന് തന്നെയാണ് നടക്കുക. ഇന്ന് രാവിലെ 11 മണിക്കാണ് തിരുവനന്തപുരം 6-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വിഷ്ണുവാണ് കേസിൽ ഈ വിധി പ്രസ്താവിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയുകയും ഒപ്പം ഇന്ന് ഈ വിധിയിന്മേലുള്ള വാദവും നടത്തും എന്ന് അറിയിക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് 11 മണിക്കായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ 2017-ൽ നടത്തിയ കൊലപാതകമാണ്. ഈ പ്രതി എന്ന് പറയുന്നത് കേതൽ ജിൻസൺ രാജ. വീഡിയോ ഗെയിമുകൾ, അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിക്കൽ, ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെയും തന്നെ കാണുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല എങ്ങനെ കൊലപ്പെടുത്തണമെന്ന് കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ് പ്രതിയിൽ നിന്നും പോലീസ് ശേഖരിച്ച പ്രധാന മൊഴി എന്ന് പറയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ പ്രതി ഒട്ടും തന്നെ സമ്മതിക്കാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. പിന്നീടാണ് പ്രതിയിലേക്ക് എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ച് ഇത്തരത്തിൽ പ്രതി തന്നെയാണ് കുറ്റക്കാരൻ എന്ന് തന്നെയാണ്, മാത്രമല്ല ആസൂത്രിത കൊലപാതകമാണ് ഇത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എത്തുന്നത്. 41 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചിട്ടുള്ളത്.
ഇത്തരത്തിൽ ഈ പ്രതിയുടെ അമ്മയെയാണ് ആദ്യം കൊലപ്പെടുത്തുന്നത്. അതായത് ഏപ്രിൽ 5-ന് രാവിലെ അമ്മയെ കൊലപ്പെടുത്തുന്നു. വീട്ടിലെ മുകളിൽ കൊണ്ടുപോയാണ് കൊല ചെയ്യുന്നത്. ഈ കൊല ചെയ്യുന്നതിന് മുൻപ് പ്രതിയുടെ മുറിയിൽ തന്നെ ബാത്റൂമിൽ എങ്ങനെയാണ് ഈ ഇരുമ്പ് അതോടൊപ്പം മനുഷ്യൻ്റെ പ്രതിരൂപം ഉണ്ടാക്കി അതിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്നും നാടിനെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. കാരണം ഇത്തരം രീതിയിലേക്ക് എങ്ങനെയാണ് കൊല ചെയ്യാൻ ഒരു മനുഷ്യന് എത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്ന ഒരു കൊലപാതകം തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ് പ്രധാനമായും നമ്മളന്ന് നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായക നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും പോലീസിന് വേഗത്തിൽ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിയിലേക്ക് തന്നെ എത്തിച്ചേരാനുള്ള എല്ലാം തന്നെ പോലീസിന് ലഭ്യമായി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷനും ഇത് എടുത്തു പറയുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. പോലീസിൻ്റെ അന്വേഷണ മികവ് തന്നെയാണ് കേസിൽ പ്രതി തന്നെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഏതായാലും ഈ കേസിന്മേലുള്ള ശിക്ഷാവിധി ഇന്ന് 11 മണിക്കാണ് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക. ഒപ്പം തന്നെ വിധിയിന്മേലുള്ള വാദവും ഇന്ന് ഉണ്ടാകും. വിനിഷ. ശരി, മാനസ മനോജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നാടിനെ ഞെട്ടിച്ച ആ ക്രൂര കൊലപാതകത്തിൻ്റെ വിധി വരാനിരിക്കുകയാണ്. ഇന്ന് ഏകദേശം 11 മണിയോടുകൂടി നമ്മൾ ആ വിധി പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കൂ, ഈ കേതൽ ജിൻസൺ രാജ എന്ന് പറയുന്നത് അഭ്യസ്ത വിദ്യനായിരുന്നു. ഈ കേതൽ ജിൻസൺ രാജയെ വിവിധ രാജ്യങ്ങളിൽ വിട്ട വിവിധ കോഴ്സുകൾ പഠിപ്പിച്ചവരാണ് ആ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. ആ പഠിപ്പിച്ച കോഴ്സുകളൊന്നും തന്നെ പൂർത്തിയാക്കാതെയാണ് കേതൽ ജിൻസൺ രാജ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. ശേഷം ആ വീടിൻ്റെ മുകളിലത്തെ മുറിയിൽ ഒറ്റയ്ക്ക് അടച്ചിട്ട് നാട്ടുകാരുമായോ വീട്ടുകാരുമായോ കൂടുതലൊന്നും അടുപ്പമോ ബന്ധമോ ഇല്ലാതെ ഒരു യുവാവ് റൂമിൽ തന്നെ കഴിയുന്നു, മുറിയിൽ തന്നെ കഴിയുന്നു, ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് വിഹരിക്കുന്നു. അതിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഈ വീഡിയോ ഗെയിം അടക്കമുള്ള കാര്യങ്ങൾ. അതിലേക്കാണ് ഈ പ്രത്യേക ഒരു മാനസിക നിലയിലേക്ക് കേതൽ ജിൻസൺ രാജയെ നയിച്ചത് എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത്. നേരത്തെ തന്നെ ഈ കൊലപാതകത്തിന് ശേഷം കേതൽ ജിൻസൺ രാജയെ പിടികൂടിയത്. ആ കൊലപാതകത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ആ സംഭവം നടക്കുന്ന അന്ന് ഏപ്രിൽ 5-ാം തീയതി അമ്മയെയായിരുന്നു ആദ്യം കൊല ചെയ്തത്. അമ്മയെ താഴെ നിലയിലുള്ള അമ്മയെ മുകൾ നിലയിലേക്ക് വിളിച്ചു വരുത്തി താൻ സ്വയം ഉണ്ടാക്കിയ ഒരു വീഡിയോ ഗെയിം പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് കേതൽ ജിൻസൺ രാജ മുകളിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ മഴ കൊണ്ട് അമ്മയുടെ കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുന്നു. അതേ സമാനമായ രീതിയിൽ അന്ന് ആ വീട്ടിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന കൊല ചെയ്യപ്പെട്ട ലളിത എന്ന ബന്ധു മാത്രമേ ആ വീട്ടിൽ ആ സംഭവ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും സഹോദരിയും, കേതലിൻ്റെ അച്ഛനും സഹോദരിയും പുറത്തായിരുന്നു. ഈ പുറത്തു പോയി അവർ മടങ്ങി വന്ന സാഹചര്യത്തിൽ അമ്മ എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അമ്മ പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്നാണ് കേതൽ മറുപടി നൽകിയത് എന്നാണ് പോലീസ് പറയുന്നത്. ശേഷം സമാനമായ രീതിയിൽ അന്ന് തന്നെ അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ പിതാവിനെയും സഹോദരിയെയും ഇതേ സമാനമായ രീതിയിൽ താൻ ഉണ്ടാക്കിയ വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, കൊല ചെയ്യുന്നു. ഈ കൊലപാതകം നടത്തിയതിന് ശേഷം ആ മൃതദേഹങ്ങൾ 3 മൃതദേഹങ്ങളും സൂക്ഷിച്ച ആ റൂമിൽ ഒരു ദിവസം കേതൽ ജിൻസൺ രാജ കഴിയുകയാണ്. പിറ്റേ ദിവസമാണ് ഈ ബന്ധുവായ ലളിതയുടെ കൊല നടത്തുന്നത്. അതിനുശേഷം താഴെ വന്ന് ഏറ്റവും നോർമലായി സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണോ ഒരു വീട്ടിൽ പെരുമാറുക ആ രീതിയിൽ പെരുമാറി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി പോയി കിടന്നുറങ്ങുന്നു. അതിനുശേഷമാണ് ഈ ബന്ധുവായ ലളിതയെയും കൊലപ്പെടുത്തി ഈ 4 മൃതദേഹങ്ങളും ആ വീടിൻ്റെ ബാത്റൂമിൽ വെച്ച് കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് കൈവിട്ടു പോകുന്നത്. തീ പുറത്തേക്ക് ആളിപ്പടരുന്നത്, വലിയ രീതിയിലുള്ള കറുത്ത പുക പുറത്തേക്ക് വമിക്കുന്നത്. അപ്പോൾ കേതൽ ജിൻസൺ രാജയ്ക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി. അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ചെന്നൈയിലേക്ക് പോയ കേതൽ ജിൻസൺ രാജ പിന്നീട് മടങ്ങി തമ്പാനൂർ എത്തുമ്പോഴാണ് പോലീസ് പിടികൂടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഈ അന്നുണ്ടായ ഒരു സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, ഏത് രീതിയിലാണ് അഭ്യസ്ത വിദ്യരായ നമ്മുടെ യുവാക്കൾ ഈ ഓൺലൈൻ ഗെയിമിൻ്റെ ലോകത്തൊക്കെ പെട്ടുപോയി മാനസിക നില തകരാറിലായി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതിനുശേഷം വീട്ടിൽ വന്ന ഈ കേതൽ ജിൻസൺ രാജയ്ക്ക് വലിയ രീതിയിലുള്ള അപമാനം മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന്, നിന്നെ ഒന്നിനും കൊള്ളില്ല, എത്രയെല്ലാം പഠിപ്പിച്ചിട്ടും നീ എന്താ നന്നാവാത്തത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പിതാവുമായി പരസ്പരം ഈ കാര്യവുമായി പറഞ്ഞ്
പിതാവും കേതലും തമ്മിൽ ഈ വഴക്കുണ്ടാകുമായിരുന്നു. അതിൽ സപ്പോർട്ട് ചെയ്തതാണ്. അതിനെതിരെ പിതാവ് സംസാരിച്ചതിനെതിരെ എതിർത്ത് ഒന്നും അമ്മയും സഹോദരിയും പറഞ്ഞില്ല എന്നുള്ള വിരോധമാണ് ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് എത്തിച്ചേർന്ന നിഗമനം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലാണ് നാടിനെ നടുക്കിയ ആ ക്രൂരമായ കൊലപാതകത്തിൻ്റെ ഒരു ചരിത്രം.